ഹായ് PSC ഉദ്യോഗാർത്ഥികളെ, നമുക്ക് ആദ്യമായിട്ട് കേരള റിനൈസൻസിനെ കുറിച്ച് പഠിക്കാം. കേരള റിനൈസൻസിൽ ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പേരാണ് ശ്രീനാരായണ ഗുരു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിനെയാണ് നമ്മൾ ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ അപരനാമമാണ് ഫാദർ ഓഫ് കേരള റിനൈസൻസ്. അദ്ദേഹം ജനിച്ചത് 20th ഓഗസ്റ്റ് 1856 ചെമ്പഴന്നിയിൽ വയൽവാരം വീട്ടിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് കുട്ടിയമ്മ, അച്ഛൻ്റെ പേര് മാടനാശാൻ. അദ്ദേഹത്തിനെ ചെറുപ്പകാലത്ത് വിളിച്ചിരുന്ന പേര് നാണു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മരിച്ച ദിവസം 20th സെപ്റ്റംബർ 1928, അതായത് 20 സെപ്റ്റംബർ 1928. അതിൽ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, 2-3 കാര്യങ്ങൾ. ഒന്ന്, ബർത്ത് ഡേറ്റ് 20th ഓഗസ്റ്റ് 1856. അതുപോലെ തന്നെ ചെമ്പഴന്തിയാണ് ബർത്ത് പ്ലേസ് വരുന്നത്, അതായത് ജനിച്ച സ്ഥലം. പിന്നെ മരിച്ച ദിവസം 20 സെപ്റ്റംബർ 1928. ഇത് 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്നറിയപ്പെടുന്നതും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ അറിയപ്പെട്ടിരുന്ന വേറൊരു പേരാണ് നാണു ആശാൻ. അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചിരുന്ന പേരാണ് ദ സെക്കൻഡ് ബുദ്ധ. ശ്രീനാരായണ ഗുരുവിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്ലേസിൻ്റെ പേരാണ് മരുത്വാമലൈ. കന്യാകുമാരി ജില്ലയിലാണ് മരുത്വാമലൈ ഉള്ളത്. ഈ കന്യാകുമാരി ജില്ലയിലെ മരുത്വാമലയിൽ ശ്രീനാരായണ ഗുരുവിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ആ ഗുഹയുടെ പേരാണ് പിള്ളത്തടം. ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃതത്തിലും വേദാന്ത ഫിലോസഫിയിലെയും ഗുരുവായിരുന്നു രാമൻ പിള്ളൈ ആശാൻ. യോഗയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരുവിന് വേണ്ടി ഫോം ചെയ്ത ഒരു യോഗയുടെ പേരാണ് ഹഠയോഗ വിദ്യ. ഗുരു അഞ്ചുതെങ്ങിൽ 1881 ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ശിവഗിരി മഠം 1904 ഗുരു ഫൗണ്ട് ചെയ്തത്. അല്ലെങ്കിൽ തിരുവിതാംകൂർ ഗവൺമെൻറ് 1904 ഗുരുവിനെ കോടതി നടപടികളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 1911 ട്രാവൻകൂറിൻ്റെ സെൻസസ് പ്രകാരം ആരാണോ നാഷണൽ സെയിൻ്റായിട്ട്, അതായത് നാഷണൽ ലെവലിൽ ഒരു സെയിൻ്റായിട്ട് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവിനെയായിരുന്നു. പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി 1915 മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകനും ശ്രീനാരായണ ഗുരുവാണ്. മിശ്രഭോജനം 1915 ശ്രീനാരായണ ഗുരു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. കാഞ്ചീപുരത്ത് നാരായണ സേവാ ആശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അത് 1916. ശ്രീനാരായണ ഗുരു ഒരു സംസ്കൃത സ്കൂള് 1916 തന്നെ ആലുവയിലും സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ആളുടെ ബർത്ത്ഡേയും ഡെത്ത് ആനിവേഴ്സറിയും നാഷണൽ ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് 1924 വൈക്കം സത്യാഗ്രഹം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ അമ്പലങ്ങൾക്കും അറ്റാച്ച്ഡ് ആയിട്ട് അമ്പലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഓരോ സ്കൂളുകൾ വേണമെന്ന് പറഞ്ഞ റിനൈസൻസ് ലീഡറാണ് ശ്രീനാരായണ ഗുരു. യുഗപുരുഷൻ എന്നുള്ള സിനിമ ശ്രീനാരായണ ഗുരുവിനെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് R. സുകുമാരൻ ഡയറക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ എന്ന സിനിമ P.A. ബേക്കറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ലൈഫിനെ ബേസ് ചെയ്ത് 2 സിനിമകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് യുഗപുരുഷൻ, ഒന്ന് ശ്രീനാരായണ ഗുരു. യുഗപുരുഷൻ ഡയറക്റ്റ് ചെയ്തത് R. സുകുമാരനാണ്. മറ്റത് ശ്രീനാരായണ ഗുരു ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് P.A. ബേക്കറാണ്. 1927 തലശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരുവിന് വേണ്ടിയിട്ടുള്ള ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നത്.
അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ട്രസ്റ്റ് 1952 കൊല്ലത്താണ് ആദ്യമായിട്ട് വരുന്നത്. ആർ ശങ്കറാണ് അത് ഫൗണ്ട് ചെയ്തത്. പിന്നെ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള മലയാളി ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ അത് വന്ന വർഷം അതായത് അദ്ദേഹത്തിൻ്റെ വന്ന ആ സ്റ്റാമ്പ് പുറത്തേക്ക് ഇഷ്യൂ ചെയ്ത വർഷമാണ് 21 ഓഗസ്റ്റ് 1967. ഇന്ത്യയുടെ പോസ്റ്റൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് വന്ന മലയാളി എന്ന പോലെ തന്നെ വേറൊരു രാജ്യത്തിൻ്റെ പോസ്റ്റൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് വന്ന മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെയാണ്. ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കോയിനിൽ കോയിനിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെയാണ്. RBI ശ്രീനാരായണ ഗുരുവിൻ്റെ 150ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായിട്ട് 5 രൂപ കോയിനാണ് ഇഷ്യൂ ചെയ്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അത് വന്ന വർഷം 7 സെപ്റ്റംബർ 2006. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഘടകമാണ് SNDP. SNDP യോഗം നിലവിൽ വന്ന വർഷം 15 മെയ് 1903. അതിൻ്റെ ആദ്യത്തെയും എല്ലാ കാലത്തെയും പ്രസിഡൻ്റാണ് ശ്രീനാരായണ ഗുരു. അതിലെ ഫസ്റ്റ് സെക്രട്ടറിയാണ് കുമാരനാശാൻ. ദ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് SNDP ഡോക്ടർ പൽപ്പു. ഈ ഓർഗനൈസേഷൻ്റെ അതിനു മുമ്പ് ആദ്യം വന്നിട്ടുള്ളത് വാവൂട്ട് യോഗം 1898 വാവൂട്ട് യോഗത്തിൻ്റെ ഒരു ഇതായിട്ടാണ് SNDP വന്നത്. SNDPയുടെ തലസ്ഥാനം കൊല്ലമാണ്. SNDP ഫോം ചെയ്യാനുള്ള ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അരുവിപ്പുറം ക്ഷേത്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് SNDP യോഗം ഫോം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യ പത്രം വിവേകോദയമായിരുന്നു. ഇപ്പോൾ യോഗനാഥം എന്നുള്ള പത്രമാണ് SNDPയുടെ മൗത്ത് പീസ്, അവരുടെ കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഒരാളെ മാത്രമാണ് അവരുടെ സ്ഥലത്ത് പോയി സന്ദർശിച്ചിട്ടുള്ളൂ. അത് തിരുവണ്ണാമലയിൽ രമണ മഹർഷിയെ സന്ദർശിക്കാനാണ് പോയത്. അത് 1916 അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് രമണ മഹർഷി പറഞ്ഞ വാക്കുകളാണ്: ശ്രീനാരായണ ഗുരു വാസ് ദ മഹാത്മാ ഓഫ് ഹൈ ഇൻ്റലക്ച്വൽ സുപ്രീമസി. 1913 ആലുവയിൽ ശ്രീനാരായണ ഗുരു നിർമ്മിച്ച ആശ്രമമാണ് അദ്വൈത ആശ്രമം. അതിൻ്റെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ ഓം സഹോദര്യ സർവത്ര എന്നുള്ളതാണ്. 1924 ശ്രീനാരായണ ഗുരു ആലുവയിൽ വെച്ച് ഒരു സർവമത സമ്മേളനം നടത്തി. ഈ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ചെയർമാൻ സദാശിവ അയ്യരായിരുന്നു. ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ആരുമായിട്ടും സമരത്തിന് വേണ്ടിയല്ല, പക്ഷേ അറിയിക്കാനും വേണ്ടിയായിരുന്നു. അതായത് നോട്ട് ഫോർ ആർഗ്യുമെൻറ്റ് ബട്ട് ടു നോ ആൻഡ് ഇൻഫോം അതേഴ്സ്. അതായിരുന്നു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ തീം അല്ലെങ്കിൽ ഉദ്ദേശം. ഈ സർവമത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം എന്നുള്ള ഒരു ദുരാചാരം ഒഴിവാക്കാനായിട്ട് ആഹ്വാനം ചെയ്തത്.